ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തി ബബിതയുടെ റൂമിന്റെ വാതിക്കൽ ചെന്ന് നോക്കി. തലമുടി വിരലിലിട്ട് ചുറ്റിക്കൊണ്ട് കസേരയിൽ ഇരിപ്പുണ്ട് ബബിത. മേശപ്പുറത്ത് നിവർത്തി വെച്ച പാഠപുസ്തകത്തിലല്ല കണ്ണ്, മറ്റെന്തോ ആലോചനയിലാണ്. നീ പഠിക്കുവാണോ അതോ സ്വപ്നം കാണുന്നോ? ബബിത മെല്ലെ തല തിരിച്ചു നോക്കി. ഞാൻ കുറെ നേരമായിട്ട് കാണുന്നു. നീ പുസ്തകത്തിലോട്ട് നോക്കുന്നു പോലുമില്ല. ആരെ കാണിക്കാനാ അതിങ്ങനെ തുറന്നു മലർത്തി വെച്ചിരിക്കുന്നത്? അങ്ങനെ ടിക്കറ്റൊന്നും വെച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. മര്യാദയ്ക്ക് സംസാരിച്ച് പഠിക്കടി ആദ്യം. എന്തു പറഞ്ഞാലും തർക്കോത്തരം. എവിടുന്ന് പഠിച്ചോ നീ ഇത്? വേറെ എവിടുന്ന് പഠിക്കാനാ? ഇവിടുന്ന് തന്നെ. അതിൻ്റെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഈ വീട്. അമ്മ അതിൻ്റെ വൈസ് ചാൻസലറും. മതി പ്രസംഗിച്ചത്. എഴുന്നേറ്റു വാ, കിച്ചണിൽ വന്ന് വല്ലതും സഹായിക്ക്. 3 നേരം ഉരുട്ടി വിഴുങ്ങണ്ടേ? കൃത്യസമയത്ത് തന്നെ. ഞാൻ ഉരുട്ടാതെ വിഴുങ്ങിക്കോളാം. കൃത്യസമയത്ത് തന്നെ വേണമെന്നുമില്ല. 5-10 മിനിറ്റ് തെറ്റിക്കോട്ടെ. നിന്നോടാ ബബിത പറഞ്ഞത് എഴുന്നേറ്റ് വരാൻ. എന്നെക്കൊണ്ട് അധികം പറയിക്കല്ലേ. 100 കൂട്ടം പണി കിടക്കുന്നു. എനിക്ക് വയ്യ എല്ലാം കൂടി ചെയ്യാൻ. ഞാൻ എണീറ്റ് വന്നാലും ഒന്നും ചെയ്യില്ല. ചുമ്മാ കൈയും കെട്ടി നോക്കി നിൽക്കും. അമ്മ ചെന്ന് അവളെ വിളിക്ക്. വേറൊരുത്തി ഇവിടെ കൊച്ചമ്മച്ചമ്മ ഇരിപ്പുണ്ടല്ലോ. അവളുടെ അടുത്ത് നാക്കിട്ടലച്ച ഇങ്ങോട്ട് വന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും നടക്കാൻ പോലും ആയിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്താണ് ഈ ജോലിയെല്ലാം. കൈയും കാലും ഒടിഞ്ഞ് ആശുപത്രിയിൽ കിടക്കേന്ന് വന്നവളാണെന്ന പരിഗണന പോലുമില്ല ഒരെണ്ണത്തിനും. ആര് പറഞ്ഞിട്ടാണ് ഇവിടുന്ന് കാറും എടുത്തുകൊണ്ട് ചാടിത്തുള്ളി പോയത്? അതും ഞങ്ങളോടൊരു വാക്കുപോലും പറയാതെ. അതിൻ്റെ ഫലമാണ് കൈയും കാലും ഒടിഞ്ഞതും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നതും. ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു കോപത്തിന് അങ്ങോട്ട് ചാടിയാൽ ഇരു കോപം കൊണ്ട്. നീയൊക്കെ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചതാണോടി? പെറ്റതള്ളയാണെന്നൊരു വിചാരം വേണ്ടേ? ഒരു അന്യസ്ത്രീയോട് കാണിക്കുന്ന അത്രയും മനുഷ്യത്വമെങ്കിലും ഉണ്ടോടി നിനക്കൊക്കെ? വൈജയന്തി എന്നന്നില്ലാത്ത കോപത്തോടെ അവളുടെ നേർക്ക് തട്ടിക്കയറി. ബബിതയ്ക്കും ദേഷ്യം വന്നു. കസേരയിൽ നിന്ന് എഴുന്നേറ്റിട്ട് അവൾ തിരിച്ചും പറഞ്ഞു, അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചരക്കല്ല. ഈ പറയുന്ന തള്ളയും തന്തയും ഒക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സ് കുഞ്ഞുനാൾ മുതലേ പാകി മുളപ്പിക്കുന്ന വളർത്തിക്കൊണ്ട് വരുന്നതാ. എന്നാലേ ആവശ്യം വരുമ്പോൾ അതിന് വല്ലതും പറിച്ചെടുക്കാൻ പറ്റൂ. തിന്നാൻ നേരമാകുമ്പോൾ കൊച്ചമ്മമാരെല്ലാം കൂടി ഊണുമുറിയിലോട്ട് വന്നേക്ക്. ഞാൻ അമ്മിക്കല്ല് പുഴുങ്ങി വെച്ചേക്കാം. വൈജയന്തി ദേഷ്യത്തിൽ പിന്തിരിഞ്ഞു. വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. 2 ദിവസത്തെ അവധി ചോദിച്ച് വീട്ടിൽ പോയ ഹോം നേഴ്സ് 3 ദിവസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അതിനാൽ വീട്ടിലെ എല്ലാ ജോലികളും വൈജയന്തി തനിയെ ചെയ്യേണ്ടി വന്നു. ഇന്നലെ കൃഷ്ണജിയോട് മുറ്റം തൂക്കാൻ പറഞ്ഞിട്ട് അവൾ ചെയ്തില്ല. സ്റ്റഡി ലീവാണ്, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ മുറിയിൽ കയറി വാതിലടച്ചു. മുറ്റമടിച്ച് 2 ദിവസമായി. വീടിൻ്റെ ഉൾത്തളങ്ങൾ ഇന്നലെ മുതൽ തൂത്തു തുടച്ചിട്ടില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കിയിട്ടില്ല. ഭക്ഷണമുണ്ടാക്കിയ പാത്രങ്ങൾ വൃത്തിയാക്കിയിട്ടില്ല. വൈജയന്തി ഇതുവരെ ഇങ്ങനെ വൃത്തിഹീനമായ ഒരു പരിസ്ഥിതിയിൽ ജീവിച്ചിട്ടേയില്ല. മക്കളോട് 3 പേരോടും സഹായത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും ആരും സഹായിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ തോറ്റുകൊടുക്കാൻ വൈജയന്തി തയ്യാറായില്ല. കാരണം തോൽവി എന്നൊരു വാക്ക് വൈജയന്തിയുടെ ജീവിത നിഘണ്ടുവിൽ ഇല്ല. അടുത്തയാഴ്ച മുതൽ കോളേജിൽ പോയി തുടങ്ങാനാണ് വൈജയന്തിയുടെ കണക്കുകൂട്ടൽ. സമ്മർ വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഹാജർ വയ്ക്കണം. ഇല്ലെങ്കിൽ വെക്കേഷൻ സാലറി കിട്ടാതെ പോയേക്കാം. വൈജയന്തിക്ക് ഇപ്പോൾ വൈകല്യമുണ്ടെന്ന് തോന്നാത്ത വിധം നടക്കാൻ കഴിയുന്നുണ്ട്. ഉച്ചയൂണിൻ്റെ സമയമായപ്പോഴേക്കും വൈജയന്തി ചോറും കറിയും വെച്ചു. രോഹിത്തിനെ ഹോട്ടലിൽ പറഞ്ഞയച്ച് മീൻകറി കൂടി വാങ്ങിപ്പിച്ചു. ഉച്ചയ്ക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കെ വൈജയന്തി ആരോടുന്നില്ലാതെ പറഞ്ഞു, ഇന്നും കൂടി ഞാൻ ഇങ്ങനെയൊക്കെ തരും. നാളെ മുതൽ അവരവർ തനിയെ വെച്ച് കഴിച്ചോളണം. അതെന്താ അങ്ങനെ? രോഹിത്തി ചോദിച്ചു. എനിക്ക് വയ്യ, അത്ര തന്നെ. ഒരിലയെടുത്ത് മറച്ചു വെക്കാൻ കഴിയില്ല ഒറ്റയൊരെണ്ണത്തിന്. നാളെ മുതൽ അവരവരുടെ ഡ്രസ്സ് അവരവർ തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്തോളണം. അതുപോലെ തന്നെ മുറ്റവും മുറികളും എല്ലാം തനിയെ ക്ലീൻ ചെയ്യണം. ഈ അമ്മയെന്ന് പറയുന്ന സാധനം മക്കളുടെ വേലക്കാരിയല്ല. നാണമാകുന്നില്ലേ അമ്മയ്ക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാൻ? രോഹിത്ത് മൂക്കത്ത് വിരൽ വെച്ചു. അമ്മ വന്നപ്പോൾ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞങ്ങൾ 3 പേരും കൂടി കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലേ? ആരാ അതൊക്കെ നിർത്തലാക്കിയത്? മുറ്റമടിക്കുന്നതും ഡ്രസ് വാഷ് ചെയ്യുന്നതും വീട് തൂത്ത് തുടയ്ക്കുന്നതുമെല്ലാം, പ്ലേറ്റ് കഴുകുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാം അമ്മ തന്നെയല്ലേ വിലക്കിയത്? നിങ്ങൾക്ക് പഠിക്കാൻ മാത്രം സമയം കൂടി കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. മാത്രമല്ല ഇവിടെ ഒരു ജോലിക്കാരി ഉണ്ടല്ലോ എന്നും വിചാരിച്ചു. വൈജയന്തി പറഞ്ഞു. മുഖത്ത് നോക്കി ഇങ്ങനെ കള്ളം പറയല്ലേ അമ്മേ. അലീന ചേച്ചിയുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾക്കെല്ലാം അറിയാം. അമ്മയെ ശുശ്രൂഷിക്കാൻ വന്ന ഹോം നേഴ്സിന് ഓരോ ഐറ്റത്തിനും പ്രത്യേകം പേയ്മെൻറ്റ് കൊടുത്താണ് അമ്മ ഓരോ ജോലിയും ചെയ്യിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ബബിത തർക്കിച്ചു. അങ്ങനെയാണെങ്കിൽ എന്താ തെറ്റ്? ഒരിക്കലും ഒരു ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ചെയ്യേണ്ടെന്നാണോ അർത്ഥം? അമ്മ ഞങ്ങളുടെ ടൈം ടേബിൾ തകർത്തു. ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായിരുന്നു, അതും അമ്മ നശിപ്പിച്ചു.
രോഹിത് കുറ്റപ്പെടുത്തി. സ്വന്തം അമ്മയെ കൂടാതെ ഒരു യൂണിറ്റും ഈ വീട്ടിൽ വേണ്ട. 2 ദിവസം കൂടി ഞാൻ നോക്കും അവൾ വരുമോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ വേറെ ജോലിക്കാരിയെ വെക്കും. നിന്റെയൊന്നും ഒരു സഹായം എനിക്ക് വേണ്ട. വൈജയന്തി ഇന്നേവരെ ഒരു കാര്യത്തിനും ആരുടെയും കാല് പിടിച്ചിട്ടില്ല. ഇനി പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. വൈജയന്തി ജഗ്ഗിൽ ചൂടുവെള്ളം എടുത്തു വെച്ചു. മറ്റുള്ളവർ കഴിക്കാൻ നിരന്നു കഴിഞ്ഞു. അലീന ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നോ? ബബിത രോഹിത്തിനോട് ചോദിച്ചു. ഇന്നലെ വിളിച്ചില്ല, മിനിഞ്ഞാന്ന്. രോഹിയേട്ടൻ എൻ്റെ ഫോണിൽ നിന്നും റിപ്പയറിങ്ങിന് കൊടുക്കണേ. അതിനെന്തോ കുഴപ്പമുണ്ടോ? ചിലപ്പോൾ മിസ്ഡ് കോൾ കാണാം, പക്ഷേ റിങ് ചെയ്യത്തില്ല. നിനക്ക് അലീന ചേച്ചിയെ വിളിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? അവളുടെ പേരിവിടെ ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? വൈജയന്തി ശകാരിച്ചു. രോഹിത്തും ബബിതയും ഓരോ നോട്ടം കൈമാറി. വൈജയന്തി കഴിക്കാനിരിക്കുമ്പോഴും ഫോൺ ബെല്ലടിച്ചു. വൈജയന്തി ഫോൺ അറ്റൻഡ് ചെയ്യാൻ എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു. ആരായിരുന്നു അമ്മേ? കൃഷ്ണജ തിരക്കി. റോങ് നമ്പറായിരുന്നു, വൈജയന്തി പറഞ്ഞു. വീണ്ടും ടെലിഫോൺ ബെല്ലടിച്ചു. വൈജയന്തി തന്നെ ചെന്ന് ഫോൺ എടുത്തു. റോങ് നമ്പർ എന്നും പറഞ്ഞില്ലേ? വൈജയന്തി ദേഷ്യത്തിൽ ഫോൺ വെച്ചു. വീണ്ടും ഉണ്മേശയ്ക്ക് എടുത്തു വന്നിരുന്നു. ബെല്ലടിച്ചു തുടങ്ങി. ബബിത എഴുന്നേറ്റു. അമ്മയിരുന്നു, ഞാൻ പോയി എടുത്തോളാം. വേണ്ട. വൈജയന്തി തിരിച്ചു നടന്നു കഴിഞ്ഞു. ബബിത പുറകെ ചെന്നു. വൈജയന്തി തിടുക്കപ്പെട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ഇല്ല, പുറത്തു പോയിരിക്കുക. അറിയില്ല, പുറത്തു പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. വൈജയന്തി റിസീവർ വെച്ചു. പാതി വഴിക്ക് നിന്ന ബബിത സംശയത്തോടെ അമ്മയെ നോക്കി. ആരായിരുന്നു അമ്മേ? ബാലേട്ടൻ്റെ ഒരു ഫ്രണ്ടാ. ബാലേട്ടൻ ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറത്തു പോയെന്ന്. അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് കേട്ടല്ലോ. അപ്പോൾ അച്ഛൻ്റെ മാത്രം ഫ്രണ്ടല്ലല്ലോ, ഞങ്ങളുടെ കൂടി പരിചയമുള്ള ആളായിരിക്കണമല്ലോ. പോയിരുന്ന് ചോറുണ്ണാൻ നോക്ക്. 1 മിനിറ്റ്. ബബിത വേഗം നടന്ന് ഫോൺ കോളർ ID നോക്കി. എന്നിട്ട് വൈജയന്തിയുടെ നേർക്ക് തിരിഞ്ഞു. അലീന ചേച്ചി അല്ലായിരുന്നു വിളിച്ചത്? ആണെങ്കിൽ എന്താ? വൈജയന്തി മകളെ വെല്ലുവിളിക്കുന്ന മട്ടിൽ നിന്നു. അമ്മ എന്തിനാ കള്ളം പറഞ്ഞത്? റോങ് നമ്പറാണെന്ന്. ബബിത കണ്ണു ചിമ്മി. വഴക്കുണ്ടാക്കാൻ പോവുകയാണെന്ന് രോഹിത്തിന് മനസ്സിലായി. അനുസരിച്ചാൽ മതി. വൈജയന്തിയുടെ സ്വരം കടുത്തു. അലീന ചേച്ചി ആരെ അന്വേഷിച്ചത്? ബബിത ചോദിച്ചു. നിന്നെ തന്നെയാണെടി. എനിക്ക് മനസ്സിലായിരുന്നു ഫോൺ തരാൻ. എൻ്റെ ഫോണിൽ അങ്ങനെ ഒരുത്തേയും ഇങ്ങോട്ട് വിളിച്ച് സൊല്ലണ്ട. ഞാനാ ഇതിൻ്റെ വാടക കൊടുക്കുന്നത്. അമ്മയുടെ അല്ലേ? അച്ഛൻ്റെ ഫോണാ ഇത്, ബബിത അരിശത്തോടെ പറഞ്ഞു. അവൾ ചെന്ന് റിസീവർ എടുത്തു. ഇൻകമിംഗ് കോൾ നമ്പർ പ്രസ് ചെയ്യാൻ തുടങ്ങി. ബബിതെ, ഫോൺ അവിടെ വയ്ക്ക്, വൈജയന്തി ആജ്ഞാപിച്ചു. ഇല്ല. ബബിത തലവെട്ടിച്ചു. വൈജയന്തി ഉടൻ തന്നെ ചെന്ന് ഫോണിൻ്റെ ഹുക്കിൽ വിരലമർത്തി. കോൾ കട്ട് ചെയ്തു. അതിനുശേഷം റിസീവർ പിടിച്ചു വാങ്ങിച്ചു. വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കേണ്ട. ഞാൻ വിളിക്കും. ബബിത റിസീവർ കടന്നെടുത്തു. അതൊന്ന് കാണട്ടെ. ചെകിടടിച്ചു പൊട്ടിക്കും ഞാൻ. ബബിതയുടെ കണ്ണ് കലങ്ങി. അവൾ കയ്യിലിരുന്ന റിസീവർ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അത് പൊട്ടാഞ്ഞ് നിലത്തേക്ക് തെറിച്ചു വീണു. റിസീവർ 2-3 കഷ്ണങ്ങളായി മാറി. വൈജയന്തി കൈവിരൽ അവളുടെ കവിളത്ത് തന്നെ ഒരടി കൊടുത്തു. ബബിത ഉടൻ ഫോണിൻ്റെ ടേബിൾ സെറ്റ് എടുത്ത് നിലത്ത് വലിച്ചെറിഞ്ഞു. പിന്നെ എന്തിനാ ഈ കുന്തം ഇവിടെ വെച്ചിരിക്കുന്നത്? വേണ്ട. അവൾ അത് കുനിഞ്ഞെടുത്തു. ഭിത്തിയിലെറിഞ്ഞു. വീണ്ടും എടുത്തു നിലത്തെറിഞ്ഞു. ടെലിഫോൺ പൊട്ടിയടർന്നു പല കഷ്ണങ്ങളായി. എന്നിട്ടും കലിയടങ്ങാഞ്ഞ് അവൾ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും തലങ്ങും വിലങ്ങും എറിഞ്ഞു. അടിക്ക്. അവൾ വൈജയന്തിയുടെ നേർക്ക് ചീറി. എന്തേ അടിക്കാത്തെ? അടിക്ക്. മുറ്റത്ത് കാറിൻ്റെ ഇരമ്പൽ കേട്ടു. അച്ഛൻ വന്നെന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് ബബിതയുടെ സമീപം ചെന്നു. പിന്നാലെ കൃഷ്ണജയും എത്തി. ബബിതെ, രോഹിത് അവളുടെ തോളത്ത് പിടിച്ചു സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട. അവൾ കുതിറിമാറി. അവളുടെ താടിയും ചുണ്ടുകളും വിറകൊള്ളുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ അകത്തേക്ക് കയറി വന്നു. ഇരിപ്പുമുറിയിലെ രംഗം കേട്ട് ഒരു നിമിഷം അമ്പരന്ന് പോയി. എന്താ രോഹിത്തെ? ഒന്നുമില്ല അച്ഛാ. കണ്ടില്ലേ മകളുടെ പേക്കൂത്ത്? വൈജയന്തി നിലത്തേക്ക് കൈ ചൂണ്ടി. ഫോൺ അടിച്ച് തകർത്തിട്ടിരിക്കുന്നു. അവൾക്ക് വന്ന ഒരു കോൾ കൊടുക്കാത്തതിന്. ലീലൻ ചേച്ചി വിളിച്ചപ്പോൾ അമ്മ ഫോൺ കൊടുത്തില്ല അച്ഛാ, രോഹിത് പറഞ്ഞു. അതുകൊണ്ട് ആ ഫോൺ തല്ലി പൊട്ടിക്കുമോ? വൈജയന്തി കയർത്തു. ഇങ്ങനാണോ എല്ലാ വീട്ടിലും? എനിക്കറിയണം. എൻ്റെ മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരം എനിക്കുണ്ടോ? ബാലേട്ടൻ പറ. ഇന്ന് ഫോൺ തല്ലി പൊട്ടിച്ചവൾ നാളെ എൻ്റെ തല പൊട്ടിക്കില്ലെന്ന് മടിക്കില്ലല്ലോ. ബാലചന്ദ്രൻ ബബിതയെ നോക്കി. എന്താടി ഇതൊക്കെ? നീയാണോ ഫോൺ നശിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അതെ. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും പൊട്ടിച്ചേനെ. നീ പൊട്ടിക്കോ? ബാലചന്ദ്രന് ദേഷ്യം വന്നു. അച്ഛൻ ഇതിൽ ഇടപെടണ്ട, ഇത് ഞങ്ങൾ തീർത്തോളാം, രോഹിത് പറഞ്ഞു. അത് പോരല്ലോ, എനിക്കറിയണ്ടേ? ബാലേന്ദ്രൻ ചോദിച്ചു. അതറിയണമെങ്കിൽ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടും ഇങ്ങനെ മാറിയിരുന്ന് ഡിസ്കസ് ചെയ്തോ? ഞങ്ങൾ പോണു. രോഹിത് ബബിതയുടെ കൈ പിടിച്ചു. അവൾ അല്പം വിസമ്മതം കാട്ടിയെങ്കിലും രോഹിത് അല്പം ബലം പ്രയോഗിച്ച് അവളെ അവിടെ നിന്ന് നടത്തിക്കൊണ്ടുപോയി. റൂമിലെത്തിയ ശേഷം അവളെ കിടക്കയിൽ പിടിച്ചിരുത്തി. റിലാക്സ്, അവൻ പറഞ്ഞു. ഇത്തിരി നേരം കിടന്നു. അവൻ തന്നെ അവളുടെ തോളത്ത് പിടിച്ച് കിടത്തി. ബബിത കിതപ്പോടെ ചിരിഞ്ഞു. അനിയന്ത്രിതമായ പൊട്ടിത്തെറിക്കലിന് ശേഷം അവൾ ശാരീരികമായും മാനസികമായും ക്ഷീണിതമായിരിക്കുന്നുവെന്നും അത്തരം സന്ദർഭങ്ങളിൽ അവളോട് എങ്ങനെ പെരുമാറണമെന്നും അലീന അവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
രോഹിത് അവളുടെ തലയിലും നെറ്റിയിലും മൃദുവായി തലോടിക്കൊണ്ടിരുന്നു. ക്രമേണ അവളുടെ കിതപ്പടങ്ങി. അലീന ചേച്ചിയോട് സംസാരിക്കണോ? ഞാൻ വിളിച്ചു തരാം. വേണ്ട, ബബിത നിഷേധിച്ചു. അല്ലെങ്കിൽ നീ വിളിച്ചോ, ഫോൺ തന്നേക്കാം. അവൻ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ എടുത്ത് നീട്ടി. എനിക്ക് വേണ്ട. അവൾ അവൻ്റെ കൈ തള്ളി മാറ്റി. ഓക്കെ ഓക്കെ, സാരമില്ല. രോഹിത് എഴുന്നേറ്റ് പോയി. ഒരു മഗ്ഗിൽ വെള്ളം പിടിച്ചുകൊണ്ട് വന്ന് അവളുടെ വലതു കൈ പിടിപ്പിച്ച് അതിൽ മുക്കി കഴുകി മഗ്ഗുമായി അവൻ തിരിച്ചുപോയി. ഇനി ഇന്നേ ദിവസം മുഴുവൻ അവൾ ഒരു തരം വിഷാദാവസ്ഥയിലായിരിക്കുമെന്ന് അവനറിയാം. വൈകുന്നേരം 4 മണിയോടുകൂടി മനുശങ്കർ എത്തിച്ചേർന്നതോടെ കുടുംബാന്തരീക്ഷം അല്പം ഊഷ്മളമായി. മനുശങ്കർ എല്ലാവരുടെയും അടുത്തു ചെന്ന് ക്ഷേമാന്വേഷണം നടത്തി. വൈജയന്തിയോട് ചോദിച്ചു, ഈ വീടിന് എന്തു പറ്റി ആൻറ്റി? ഇത്രയും വൃത്തികേടായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ജോലിക്കാരിയില്ല. ഇവിടെ ഹോം നേഴ്സ് വീട്ടിൽ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയില്ല. മുൻപ് വന്നപ്പോഴൊക്കെ അതൊരു നീറ്റ്നെസ് ആയിരുന്നു. വേണ്ടാത്ത ഒരു സാധനവും ഒരിടത്തും കാണില്ലായിരുന്നു. നല്ല പ്രകാശമുള്ള ഒരു വീട്ടിലേക്ക് കയറി വരുന്നത് പോലെ. ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം പോയില്ലേ? അവളിവിടെ പലർക്കും പ്രകാശമായിരുന്നെന്ന് ഞാൻ അറിഞ്ഞു. വൈജയന്തി അർത്ഥം വെച്ചു പറഞ്ഞു. ആൻറ്റി കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ ആൻറ്റി സത്യമാണ് പറഞ്ഞത്. അലീന ഇവിടെയുള്ളവർക്ക് പ്രകാശമായിരുന്നു. ആൻറ്റി അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുണ്ടായ ഇരുട്ട് ഇവിടെ കാണാനുമുണ്ട്. ഇരുട്ട് ഈ വീട്ടിലല്ലേ മനു? നിന്റെ വീട്ടിലല്ലല്ലോ. ഇത് ഞങ്ങൾ സഹിച്ചു. ഓക്കെ, ആൻറ്റിയോട് വഴക്കിടാൻ വന്നതല്ല. മനുശങ്കർ രോഹിത്തിനെ കണ്ട് സംസാരിച്ചു. അലീന വിളിക്കാറുണ്ടോ നിന്നെ? മിക്ക ദിവസവും വിളിക്കും. അവൾക്കിവിടെ സുഖമാണോ? മനുവേട്ടൻ അറിയാത്ത പോലെ. രോഹിത് അവൻ്റെ നേർക്ക് പാളി നോക്കി. നീ വിചാരിക്കുന്നത് പോലെ അവൾ എന്നെ പതിവായിട്ടൊന്നും വിളിക്കാറില്ല. വല്ലപ്പോഴും 1-2 മിനിറ്റ്. മനുവേട്ടനെ അങ്ങോട്ട് വിളിക്കാമല്ലോ. ആണുങ്ങളല്ലേടാ. കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചാൽ നമുക്കൊരു വിലയുണ്ടോ? മനുവേട്ടൻ അറിയാഞ്ഞിട്ടാ. അലീന ചേച്ചിക്ക് ശരിക്കും എവിടെയാണെന്ന് മനുശങ്കർ പെട്ടെന്ന് അപകടം മണത്തു. കുളത്തൂപ്പുഴയിൽ. അവിടെ എവിടെയാ? അതെനിക്ക് നല്ല പിടിയില്ല. മനുവേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ലേ? നിനക്ക് ചോദിക്കാമായിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പോൾ ടെലിഫോൺ ഓപ്പറേറ്റർ ആണെന്നോ റബ്ബർ കമ്പനിയാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. നമ്മൾക്കറിയാമല്ലോ. അലീന ചേച്ചിക്ക് കള്ളം പറയാൻ അറിഞ്ഞുകൂടെന്ന് എനിക്കും തോന്നി. അവൾ പറഞ്ഞത് കള്ളമാണെന്ന്. നിനക്ക് അങ്ങളിനോട് ചോദിച്ചുകൂടായിരുന്നോ? ചോദിക്കണം മനുവേട്ട. ചോദിക്കട്ടാകാമെന്ന് കരുതിയിട്ടാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അലീന ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്നിടത്ത് അഡ്രസ്സ് മറച്ചു വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അച്ഛനും അത് മറക്കേണ്ട കാര്യമില്ല. അലീന ചേച്ചി എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് മറ്റൊരു മുഖം കാണിക്കുന്ന പ്രകൃതക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രോഹിത് സംശയത്തോടെ പറഞ്ഞു. അത് അലീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കും. ആരും അങ്ങോട്ട് ചെന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ. VIP ഒന്നുമല്ലല്ലോ. ബ്ലാക്ക് ക്യാറ്റിൽ കാവൽ കഴിക്കാൻ. അലീന ചേച്ചി ഇവിടെ താമസിച്ചപ്പോൾ സംഭവിക്കുമായിരുന്നതിൻ്റെ 10-1 അപകടം പോലും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടുന്ന് ആരും പോയി ഉപദ്രവിക്കില്ല. ഒളിവിൽ കഴിയേണ്ട യാതൊരു ആവശ്യം അലീന ചേച്ചിക്കില്ല. മനുശങ്കറിന് മറുപടിയൊന്നും കിട്ടിയില്ല. രോഹിത് ബുദ്ധിമാനാണെന്ന് അവനറിയാം. അവനെ കബളിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ സമാധാനമായിട്ടിരിക്കുക. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് പറ. ഭവിതയ്ക്ക് എന്താ പ്രോബ്ലം? അവളെ കണ്ടിട്ട് മൈൻഡ് ചെയ്തു പോലുമില്ല. അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിനെപ്പറ്റി രോഹിത് മനുശങ്കറിനോട് പറഞ്ഞു. മനുശങ്കർ ഭവിതയുടെ മുറിയിലെത്തി. അവൾ ചുമരിലേക്ക് ചാരി കാലുകൾ നീട്ടി കിടക്കിൽ വെറുതെ ഇരിപ്പുണ്ടായിരുന്നു. നിന്റെ ഫോണിന് എന്ത് പറ്റി? മനുശങ്കർ ചോദിച്ചു. അറിയില്ല. അത് വർക്ക് ചെയ്യുന്നില്ലേ? ഇൻകമിങ് കോളൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്നറിയോ? ഇല്ല. അലീന പറഞ്ഞിട്ട്. അതിന് ഞാനെന്ത് വേണം? നിന്നെ വന്ന് കാണണമെന്ന് അവൾ നിർബന്ധിച്ചു. എന്തിന്? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നിൻ്റെ അടുത്ത് വരണം. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നെല്ലാം പറഞ്ഞു. മറ്റാരെപ്പറ്റിയും അവൾ പറഞ്ഞില്ല. ഓ, ഞാനാണല്ലോ ഈ വീട്ടിലെ കുഴപ്പക്കാരി അല്ലേ? അത് നിന്റെ തോന്നലാ. നിനക്ക് മറ്റുള്ളവരെക്കാൾ സ്നേഹവും കരുതലും ആവശ്യമുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. നിന്റെ കാര്യത്തിൽ അവൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടെന്നർത്ഥം. എനിക്കറിയാം മനുവേട്ടൻ എന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണെന്ന്. മനുശങ്കർ ഉടൻ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ പ്രസ് ചെയ്തു. എന്നിട്ട് ഭവിതയുടെ നേർക്ക് നീട്ടി. നീ തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞത് കള്ളമാണോന്ന്. എനിക്ക് വേണ്ട ആരുടെയും ഫോൺ. അത് ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, എടുക്ക്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മനുശങ്കർ ഫോൺ കാതോട് ചേർത്തു. റിങ് ചെയ്ത് തീർന്നിട്ടില്ല. നിമിഷങ്ങൾക്കകം അലീനയുടെ ശബ്ദം കേട്ടു. ഹലോ മനുവേട്ട, ഞാനിപ്പോൾ കടപ്പാട്ടൂരാ അലീന. ഞാൻ ഒരാൾക്ക് കൊടുക്കാം. ഭവിതയാണോ? എങ്ങനെ മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരോടും പിണങ്ങിയിരിക്കുക. ഹോൾഡ് ചെയ്യണോ? മനുശങ്കർ വേണ്ടെന്നുള്ള അർത്ഥത്തിൽ തലചിരിച്ചു. ഇത് പിടിക്കു കൊച്ചേ, ചുമ്മാ കൊഞ്ചല്ലേ. വയസ്സ് 18ആയി, ഇപ്പോഴും കുഞ്ഞിക്കളി. ഭവിത ഫോൺ വാങ്ങി ഗൗരവത്തിൽ ഒരു ഹലോ പറഞ്ഞു. മോളെ. സ്നേഹലോലമായ വിളിയൊച്ച കേട്ടതും ഭവിതയുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഫോണുമായി കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ട് മനുശങ്കർ പറഞ്ഞു. അവിടെ നിന്ന് സംസാരിച്ചു.
ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാം. മനശങ്കർ എഴുന്നേറ്റ് മുറിക്ക് പുറത്തിറങ്ങി വാതിൽ ചാരി. ബബിതേ, നീ എന്താ മോളെ മിണ്ടാത്തത്? എന്നോട് പിണങ്ങിയോ? ഇല്ല. അവൾക്ക് ഗദ്ഗതം നിയന്ത്രിക്കാനായില്ല. നീ എന്താ കരയാ? അത്രയ്ക്ക് സങ്കടം വരാൻ എന്തുണ്ടായി? നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ നീ. അമ്മയായിട്ട് മോള് വഴക്കുണ്ടാക്കിയോ? കവളത്തേക്ക് ഇടയ്ക്കിടെ വീണുകൊണ്ടിരുന്ന കണ്ണീർ കണങ്ങൾ അവൾ വലത് കൈപ്പത്തിക്കൊണ്ട് തുടച്ചു മാറ്റുന്നുണ്ടായിരുന്നു. സാരമില്ല മോളെ. മോൾ അവിടെ ഇരിക്കുകയാണോ കിടക്കുവാണോ? ബെഡിലിരിക്കുക. എൻ്റെ മടിയിലോട്ട് തലവെച്ച് കിടന്നു. ബബിത തലയിണയിലേക്ക് ചാഞ്ഞു. അതിന് ആശ്വാസത്തിൻ്റെ മടിത്തട്ടാണെന്ന് അവൾക്ക് തോന്നി. അവിടെ അവൾക്ക് അലീനയുടെ വാത്സല്യപൂർവമായ തലോടലും സ്നേഹചുംബനങ്ങളും കിട്ടി. അമ്മയുമായി വഴക്കുണ്ടാക്കി പോയതിനെപ്പറ്റി കണ്ണീരോടെ അവൾ വിവരിച്ചു. ഒടുവിൽ അലീന പറഞ്ഞു, അമ്മ ചെയ്തതും തെറ്റാണ്, നീ ചെയ്തതും തെറ്റാണ്. അമ്മയല്ലേ ആദ്യം തെറ്റ് ചെയ്തത്. അത് കാരണമല്ലേ ഞാൻ. പക്ഷേ നീ അമ്മയെപ്പോലെ അല്ലല്ലോ. നല്ല കുട്ടിയല്ലേ. നീ അമ്മയോട് ക്ഷമിക്കേണ്ടേ? നീ ഒരിക്കലും ഫോൺ നശിപ്പിക്കരുതായിരുന്നു. അതിൻ്റെ വിലയല്ല പ്രധാനം, ആ പ്രവൃത്തിയാണ്. നീ അമ്മയോട് സോറി പറയണം. ഇല്ല, ഞാൻ പറയില്ല. അമ്മയെ ആദ്യം വഴക്കുണ്ടാക്കിയത് അമ്മയാ സോറി പറയേണ്ടത്. മോളു, അങ്ങനെ പറയരുത്. അമ്മമാരും മനുഷ്യരല്ലേ. അവർക്കും വാശിയുണ്ട്, ദേഷ്യമുണ്ട്, ഇഷ്ടക്കേടുകളുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാ അച്ഛന്മാരും അമ്മമാരും മാതൃകാ മാതാപിതാക്കളായിരിക്കുമെന്ന്. അവർക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ലെന്ന്. പക്ഷേ അവരും നമ്മളെപ്പോലെ തന്നെയാ. പ്രായക്കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അവർക്കും തെറ്റുപറ്റും. അമ്മമാർ മക്കളോട് ക്ഷമിക്കുന്നത് പോലെ മക്കൾക്ക് അമ്മമാരോട് ക്ഷമിക്കാനുള്ള കടമയുണ്ട്. പക്ഷേ അമ്മയും സോറി പറയണ്ടേ? പറയേണ്ടതാണ്. പക്ഷേ അമ്മയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? അമ്മയുടെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും അമ്മ ആരോട് പറയും? ആരുമില്ല. അതേസമയം നിനക്കോ? ഞാനുണ്ട്, രോഹിയേട്ടനുണ്ട്, അച്ഛനുണ്ട്. ഞങ്ങളെല്ലാം നിൻ്റെ കൂടെ നിൽക്കുകയല്ലേ. പക്ഷെ അമ്മയുടെ കാര്യമോ? എന്ത് കഷ്ടമാണ് ചെയ്യുന്നതെന്ന് തെറ്റാണെന്ന് പോലും അറിയില്ല. പക്ഷെ എനിക്കറിയാം നിൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ മോളെന്താ ചെയ്യണ്ടേ? അമ്മയുടെ അടുത്ത് സോറി പറയണം. അങ്ങനെ പറയുമ്പോൾ മോൾ അമ്മയേക്കാൾ മിടുക്കിയാവുകയല്ലേ ചെയ്യുന്നേ. ഞാൻ സോറി പറഞ്ഞാലും അമ്മ ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുക പോലുമില്ല. കാണിച്ചത് അഹങ്കാരമാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? അല്ലേടി എന്നും പറഞ്ഞ് നമ്മളെ നാണം കെടുത്താനും മതി. അങ്ങനൊന്നും അമ്മ ചെയ്യില്ല. റിയാക്ട് ചെയ്തില്ലെങ്കിലും മോൾ അതൊന്നും കണക്കാക്കണ്ട. നമ്മൾ തെറ്റ് ചെയ്തു, സോറി പറഞ്ഞു, നമ്മളുടെ മനസ്സ് ക്ലീനായി. അമ്മ സോറി പറഞ്ഞില്ല, അമ്മയുടെ മനസ്സിൽ അടുക്കിയിരിക്കുന്നു. അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ 10 പ്രാവശ്യം മോൾ ഇങ്ങനെ സോറി പറഞ്ഞ് കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകും അമ്മ മോളേക്കാൾ ചെറുതായി പോയല്ലോ എന്ന്. സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ടുമല്ലാതെ അമ്മയുടെ നമുക്ക് വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ബബിത മൂളി കേട്ടുകൊണ്ടിരുന്നു. അലകടൽ പോലെ ഇളകിക്കൊണ്ടിരുന്ന അവളുടെ മനസ്സ് പതിയെ പതിയെ ശാന്തമായി. മോൾ അമ്മയോട് ചെന്ന് സോറി പറയോ? പറയാം. അച്ഛനോടും പറയണം. മിടുക്കി. അല്ലെങ്കിലും എനിക്കറിയാം പുറമേ ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ മോളുടെ മനസ്സ് നല്ലതാണെന്ന്. അലീന ചേച്ചി, ഞാനും വരട്ടെ? എങ്ങോട്ട്? അലീന ചേച്ചി താമസിക്കുന്നിടത്ത്. അതെങ്ങനെ ശരിയാകും? നിനക്ക് അടുത്ത വർഷം കോളേജിൽ പോകണ്ടേ? അവിടെ കോളേജൊന്നുമില്ല. എനിക്കിവിടെ മടുത്തിട്ടാ. ഇവിടെ താമസിച്ച ഞാൻ എന്തൊക്കെയായി തീരുമെന്ന് പോലും എനിക്കറിയില്ല. സാരമില്ല, ഞാനുണ്ടല്ലോ നിൻ്റെ കൂടെ. പ്രാർത്ഥിച്ചാൽ മതി. ഒരുപാട് ദേഷ്യം തോന്നിപ്പിക്കല്ലേ. ക്ഷമിക്കാനുള്ള ശക്തി തരണേ, മനസ്സിനെ ബലപ്പെടുത്തണമേ എന്ന്. ബാലചന്ദ്രമേനോനും മനുശങ്കറും മുകളിലത്തെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന നിൽക്കെ ബബിത അവിടേക്ക് ചെന്നു. മനുവേട്ടൻ്റെ ഫോൺ. അവൾ അവൻ്റെ ഫോൺ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ബാലചന്ദ്രമേനോൻ്റെ നേർക്ക് തിരിഞ്ഞ് തെല്ല് ജാളിയത്തോടെ പറഞ്ഞു, അച്ഛ സോറി. ഫോൺ തല്ലിപ്പൊടിച്ചതിന് ദേഷ്യം വന്നപ്പോൾ ചെയ്തു പോയതാ, സോറി. ബാലചന്ദ്രൻ അവളുടെ നേർക്ക് കൈ നീട്ടി. അവൾക്കൊരു ഷേക്ക് ഹാൻഡ് നൽകി. അമ്മയോട് പറഞ്ഞോ? പറയാൻ പോകുക. വെരി ഗുഡ്, താങ്ക് യു. ബബിത ചിരിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി. അങ്കിൾ അവളുടെ മുഖം ശ്രദ്ധിച്ചു. ഭയങ്കര മൂടിയായിട്ടിരുന്നവളാ. അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊരു മാറ്റം, സന്തോഷം അവളുടെ മുഖത്ത്. ബാലചന്ദ്രമേനോൻ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം തീർന്നില്ലല്ലോ. അങ്കിൾ എന്തായാലും രോഹത്തിനോട് മറുപടി കൊടുക്കേണ്ടി വരും, മനുശങ്കർ തുടർന്നു. അവന് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അലീനയെ ഒളിവില എന്ന പോലെ പാർപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അഡ്രസ്സ് കൊടുക്കാത്തത്? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ അവൻ. ഞാൻ സത്യം പറയേണ്ടി വരുമല്ലേ? മേ ബി. പക്ഷേ അങ്കിളൊന്ന് പ്രിപ്പയർഡായിട്ടിരിക്കുന്നത് നല്ലതാ. പിന്നെ വേറൊന്ന്, ഞാൻ കുളത്തൂപ്പുഴ വരെ പോയിക്കോട്ടെ? അതിനെന്താ എന്നോട് അനുവാദം ചോദിക്കുന്നേ? അലീനയോടല്ലേ ചോദിക്കേണ്ടത്? അല്ല, അങ്കിളിൻ്റെ സമ്മതം കിട്ടണം. എനിക്ക് അങ്കിളാണ് അവളെ അവിടെ എത്തിച്ചത്. ഇന്ന് പോകാനാ? നാളെ. പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ഓക്കെ, താങ്ക് യു അങ്കിൾ. മനുഷ്യ സന്തോഷത്തോടെ എഴുന്നേറ്റു.